ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒക്ടോബർ മാസത്തിൽ 32-ലധികം ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് സഹായിച്ച കുറച്ച് പവർഫുൾ ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം ഹോം റെമഡീസും അതുപോലെ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുമാണ്. നമ്മൾ കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടും നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ടും എളുപ്പത്തിൽ നമുക്ക് കൺസീവ് ആകാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഒക്ടോബർ മാസം പറഞ്ഞതിൽ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞത് ഒരു ജ്യൂസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് ക്യാരറ്റ് ജ്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ജ്യൂസ് എങ്ങനെ യൂസ് ചെയ്യാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നതിനെ പറ്റിയിട്ട്. എല്ലാവരുടെയും കിച്ചണിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗുണങ്ങളുള്ള ഒന്നുമാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, പീരിയഡ്സിന്റെ സമയം മുതലൊക്കെ തന്നെ നമുക്ക് ക്യാരറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ക്യാരറ്റിൽ ബീറ്റാ കാരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആകുന്നു. വിറ്റമിൻ എ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ എൻഡോമെട്രിയം കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഈ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇപ്പോൾ നിങ്ങൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു പർപ്പസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടും അത് മെച്ചർ ആകാനും അണ്ടാശയത്തിനെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം, എസ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റിൽ വിറ്റമിൻ സിയും ഫോളേറ്റും പൊട്ടാഷ്യവും എന്നിവയും കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അണ്ടത്തിനെ ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി നമ്മുടെ സെർവിക്സ് ഹെൽത്തി ആക്കി വയ്ക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ഫോളേറ്റും അതുപോലെ ബി വിറ്റമിൻസും കുഞ്ഞ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോളേറ്റിലും വിറ്റമിൻ ബിയുടെ ബി വിറ്റമിൻ്റെ കണ്ടൻസിലും ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിത് മസ്റ്റായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ പൊട്ടാഷ്യം ഉള്ളതുകൊണ്ട് ഇത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഫ്ലൂയിഡിന്റെ ബാലൻസ് കൃത്യമായിട്ട് വെക്കുന്നതിനും ഓവറോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് ഗുണങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ദിജോസ് വേൾഡ് ക്യാരറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ ദിവസവും ഒരു ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ക്യാരറ്റിന്റെ ജ്യൂസ് ആയിട്ട് എടുക്കുന്നതോ ക്യാരറ്റ് വെറുതെ കഴിക്കുന്നതോ നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ആക്കി എടുക്കുമ്പോഴേക്കും ഒരുപാട് അങ്ങോട്ട് ജ്യൂസ് ആക്കി വെള്ളം ഒഴിച്ച് അതുപോലെ പഞ്ചസാര ഇട്ട് അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് സ്പൂൺ വെച്ച് കോരി കുടിച്ചാലും കുഴപ്പമില്ല. കാരണം അപ്പോൾ അതിൻ്റെ ഒരുപാട് സത്തൊന്നും നമുക്ക് നഷ്ടമായി പോവില്ലല്ലോ. ആ രീതിക്ക് നിങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ ഹസ്ബൻഡിനും കൂടി ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും DNA ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ സെല്ലിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് ഫെർട്ടിലിറ്റി എക്സസൈസ്. നമ്മുടെ ചാനലിൽ സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന ഒട്ടുമിക്ക ആളുകളും തന്നെ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരുപാട് എക്സസൈസ് ഇതുവരെയും ചെയ്തിട്ടതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും ഹോർമോൺ ബാലൻസ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് ഇതിനോടകം ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലതാണ് ബ്രിഡ്ജ് പോസ്, ചൈൽഡ് പോസ്, ഫ്രോഗ് പോസ്, മാലാസന, ബ്രീത്തിങ് എക്സസൈസ്,
അതുപോലെ മാലാസന വാക്ക്, ബട്ടർഫ്ലൈ എക്സസൈസ്, 8 വാക്കിംഗ്, ഇങ്ങനെ ഒരുപാട് എക്സസൈസിനെ പറ്റിയിട്ട്, ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പീരിയഡ്സിന് ആ ബ്ലീഡിങ് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, ലീക്കേജ്, അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾ മൈൽഡായിട്ട് വാക്കിംഗ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസും ചെയ്യുക. അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ എക്സസൈസുകളുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കി ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം എത്ര സമയം മുതൽ എത്ര സമയം വരെ ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ രീതി നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവാട്ടോ. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഒക്കെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുമൂലം നിങ്ങളുടെ സ്പേം പെട്ടെന്ന് ശരീരത്തിനകത്തേക്ക് എത്തി ബീജസങ്കലനം നടക്കുന്നതിനും കുഞ്ഞ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാക്കിംഗ് എങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള 2 ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. ഏറ്റവും ആദ്യത്തേതാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ചിൽ വിറ്റമിൻ സിയുടെ കണ്ടന്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഓവുലേഷൻ നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിട്രസ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഹൈ ഇൻ വിറ്റമിൻ സി ആണ്. അതുകൊണ്ട് നമ്മളുടെ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, മറ്റുള്ള ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കരോറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും നാച്ചുറലി പൊട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒപ്പം നിങ്ങളുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള സമയത്ത് ഓറഞ്ചിന് കുറച്ച് റേറ്റ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓറഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക. ഒരു ദിവസം 2 ഓറഞ്ച് അത്രയും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി മേടിച്ച് വെക്കുക, ഒരാഴ്ചത്തേക്കുള്ളത് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. വിറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലുണ്ട്, ഗുണങ്ങൾ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം 4 5 ഓറഞ്ച് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അടുത്ത ഒരുപാട് പേര് ഉപയോഗിച്ച ഒന്നാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ബോഡിയിൽ വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആക്കുകയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് മറ്റും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബീറ്റ കാരോട്ടിൻ അത് കൂടാതെ തന്നെ ഓവറീസിന്റെ ഹെൽത്ത് നന്നായിട്ട് നടക്കുന്നതിനും അഡ്രിനൽ ഹെൽത്തിനെയും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, ഹെവി ബ്ലീഡിങ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒപ്പം വിറ്റമിൻ B6 ഉള്ളത് കൊണ്ട് തന്നെ ഹോർമോൺസിന്റെ ബാലൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിനും ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആണ്. ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അണ്ടം നാച്ചുറലി വളർന്ന് അണ്ടാശയത്തിൽ നിന്ന് 80 to 22 സൈസിലോട്ട് എത്തി അത് തനിയെ പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ വിറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. PCOSും അതുപോലെ ഇൻഫ്ലമേറ്ററി സിംറ്റംസ് ഒക്കെ ഉള്ളവർക്ക് അതൊന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. PCODയും PCOSും ഉള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽത്ത് സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അവരുടെ കഴുത്തിന് ചുറ്റും പാടുകൾ വരാറുണ്ട്, അവർക്ക് വെയിറ്റ് കൂടാറുണ്ട്. അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഒപ്പം ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അയണും കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് തരുന്നുണ്ട് കേട്ടോ. മാഗ്നീഷ്യവും പൊട്ടാഷ്യവും മിനറൽസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുകയും നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ജ്യൂസ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക, ഓറഞ്ച് ഉപയോഗിക്കുക, സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കുക. അതുകൂടാതെ ഒരുപാട് ടിപ്സ് ഫോളോ ചെയ്തിട്ട് ചാനലിൽ ഒരുപാട് ആളുകൾ പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ടും ഇഞ്ചി വെള്ളം കുടിച്ചിട്ടും കറുവപ്പട്ട വെള്ളം കുടിച്ചിട്ടൊക്കെ ഒരുപാട് പേര് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ ഇതുപോലെ നോക്കുമ്പോഴേക്കും മനസ്സിലാകും. അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതാണോ അവിടെ കാണുന്നത് വിഷയം, അല്ലെങ്കിൽ ഏത് ടിപ്പാണോ അവർ ഫോളോ ചെയ്തത്, ദി ചൂസ് വേൾഡ്
വേൾഡ് എന്ന് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ കാണുന്നത് ക്ലോസ് വാട്ടറിനെ പറ്റിയിട്ടാണ്. ഈ ക്ലോസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും വരും. അതുപോലെ ജിഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വരും. ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റിലേറ്റഡ് വീഡിയോസും ഫെർട്ടിലിറ്റി എക്സസൈസിന്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റും കൂടി ചെയ്യുക കേട്ടോ. ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾ എപ്പോഴാണോ കഴിഞ്ഞ മാസം പീരീഡ് ആയത് അതിനേക്കാളും ഒരു 10 ദിവസം മുൻപ് വരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുക. പീരീഡ്സിന്റെ ബ്ലീഡിംഗ് നിന്ന ദിവസം മുതൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡേറ്റിനേക്കാൾ ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഒപ്പം ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഓവുലേഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓവുലേഷന്റെ സിംറ്റംസിനെ പറ്റിയിട്ട് ചാനലിൽ വീഡിയോസ് ഉണ്ട്, കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ദിജൂസ് വേൾഡ് ഓവുലേഷൻ സിംറ്റംസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾ ഓവുലേഷന്റെ സിംറ്റംസ് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക. കാണുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിന്റെ വീഡിയോയും ചാനലിലുണ്ട്. ദിജോസ് വേൾഡ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ചിട്ട് ഓവുലേഷന്റെ ലക്ഷണങ്ങളോ ആ കാർഡിൽ പോസിറ്റീവ് റിസൾട്ടോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ആണ് നിങ്ങൾക്കെങ്കിൽ ഡോക്ടറെ കണ്ട് മസ്റ്റ് ആയിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി നോക്കുക. അണ്ടം വളരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഒപ്പം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കുക. അണ്ടർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് നിങ്ങൾ കൂട്ടാനായിട്ട് നോക്കുക. കൂടി പോയി കഴിഞ്ഞാലും കുറഞ്ഞു പോയി കഴിഞ്ഞാലും PCOD ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഇപ്പോൾ പലർക്കും ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.